കത്തോലിക്ക സഭാ മാനേജ്മെന്റ് ഒക്കെ അതുമായിട്ട് രംഗത്ത് വന്ന ഒരു വിഷയമാണ്. 20,000 അധ്യാപകര് ശമ്പളം മേടിക്കാതെ കേരളത്തിലെ സ്കൂളുകളിൽ പണിയെടുക്കുന്നത്. അവർക്ക് നിയമനം സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഡെയിലി വേജസ് ആണ് ഇപ്പോഴും. എത്ര കൊല്ലം എന്നറിയോ? 2 കൊല്ലം മുതൽ 20 കൊല്ലം വരെയായി പണിയെടുക്കുന്നു, ശമ്പളം ഇല്ല, ഡെയിലി വേജസ്. അങ്ങനെ ഡെയിലി വേജസിൽ നിൽക്കുന്ന 20,000 അധ്യാപകര് ഉണ്ട്. പണ്ട് ദുർബല ഇപ്പോ ഗർഭിണി എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇതുപോലെയുള്ള മഹാപാതകങ്ങളും കൂടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം അപ്പാടെ തകരും. ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിൽ നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എയ്ഡഡ് കോളേജുകളിൽ സയൻസ് ആൻഡ് ആർട്സ് സബ്ജക്റ്റുകളിൽ ഏതാണ്ട് 60% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. ചിലയിടത്തൊക്കെ 80% ഒഴിഞ്ഞു കിടക്കും. ഞാനൊരു കോളേജിന്റെ പേര് പറയുന്നില്ല, ഇടുക്കി ജില്ലയിലുള്ള ഒരു എയ്ഡഡ് കോളേജ്. അവിടുത്തെ അധ്യാപകരുടെ ഒപ്പം പോലും വിദ്യാർത്ഥികളില്ല. ഇതാണ് അവസ്ഥ. ഞാൻ കോളേജിന്റെ പേര് പറഞ്ഞാൽ മൊത്തം നടക്കണം. അതുകൊണ്ടാണ് അധ്യാപകരുടെ ഒപ്പം പോലും പിള്ളേരില്ല. എന്നിട്ടും എയ്ഡഡ് കോളേജായിട്ട് നിലനിൽക്കുകയാണ്. ഇതെങ്ങനെ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇനിയിപ്പോ എയ്ഡഡ് കോളേജിലും എയ്ഡഡ് സ്കൂളിലും ഒരു അധ്യാപകനെ പോലും നിയമിക്കാൻ പറ്റാതെ വരും. അവിടെയൊക്കെ ഡിവിഷൻ ഫാൾ വരും. ഇങ്ങനെ വന്നിട്ട് ഈ പദ്ധതി അപ്പാടെ താളം തെറ്റി കഴിയുമ്പോൾ ഇത് 2 കുഴപ്പങ്ങളുണ്ടാകും. ഇപ്പൊ സ്കൂൾ കഴിഞ്ഞാൽ എല്ലാവരും ഡിഗ്രി എടുക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ പോകുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ സ്കൂൾ മറ്റെടുത്ത് ചെയ്താൽ പോരെ എന്നുള്ളത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യത്തേക്കും പറിച്ച് നടപ്പെടും. ഒരു സംശയമില്ല കാര്യം. അപ്പൊ നമ്മൾ ഓർക്കും ഈ കൊച്ചു പിള്ളേരെ സ്കൂളിൽ വിടുന്നത് എങ്ങനെയാ, മറ്റു രാജ്യത്ത് കൊണ്ടുപോയി വിടുന്നത്? മാതാപിതാക്കളെ കൂടെ പോകും. ഇപ്പൊ കോച്ചിങ് ക്ലാസ്സിൽ പിള്ളേരെ വിടുന്നില്ലേ? ഇപ്പൊ നീറ്റ് എഴുതാൻ വേണ്ടി പിള്ളേർ പോകും. പിള്ളേർ തന്നെയാണോ പോകുന്നത്? സകുടുംബം പോവുകയാണ്. സകുടുംബം പോയി വാടക വീടെടുക്കും. കാശില്ലാത്തവര് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കും. കാശുള്ളവർ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് സംവിധാനം എല്ലാമായിട്ട് അങ്ങ് പോയി താമസിക്കുകയാണ്. 1-2 കൊല്ലം അവിടെ താമസിച്ച് കുട്ടി പാസ്സാകുന്നവരെ. ഇതേ രീതിയിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മാറും. അതിനുവേണ്ടി കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്ന സ്കൂൾ ലോബികൾ കേരളത്തിന് ചുറ്റും ഉണ്ടെന്നുള്ളത് മറക്കരുത്. അപ്പൊ അവരുടെയൊക്കെ സ്വാധീനം ഈ പറഞ്ഞ പോരാട്ടത്തിന്റെ പുറകിലില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും അടച്ചു പൂട്ടുന്നത് പോലെ തന്നെ കേരളത്തിലെ സ്കൂളുകളും അടച്ചു പൂട്ടും. അങ്ങനെ പൂട്ടിയാൽ കേരളത്തിലെ 2.25 ലക്ഷം അധ്യാപകരുടെ കഞ്ഞികൂടി മുട്ടും. ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്കുള്ളൊക്കെ ശമ്പളം മേടിക്കുന്ന ധാരാളം അധ്യാപകരുണ്ട്. ഇതൊന്നും സുരക്ഷിതമല്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നയം മുന്നോട്ട് പോയാൽ കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല അടിത്തറ തകർന്ന് പൊളിഞ്ഞ് താഴെ വരും. ഈ പറയുന്ന പിള്ളേരെ അയൽ സംസ്ഥാനക്കാരും രാജ്യക്കാരും റാഞ്ചിക്കൊണ്ടുപോകും. കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റൊരു സ്റ്റേറ്റിലോ മറ്റൊരു രാജ്യത്തോ പോകാമെങ്കിൽ സ്കൂളിൽ പോകാൻ വരെ പോകും. അങ്ങനെ പോയാൽ സ്കൂളുകളും കോളേജുകളും ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് എലിയെ തോപ്പിക്കാൻ വേണ്ടി ഇല്ലം ചൂടുന്ന മണ്ടത്തരമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, മറ്റൊന്ന് നമ്മൾക്കറിയാം, ഇപ്പോ ഇതിനെതിരെ സമരം നയിക്കുന്ന ബിനോയ് വിശ്വമാണെങ്കിലും ഈ പിണറായി വിജയൻ ഇത് കത്തെഴുതുമെന്ന് പറയുന്ന പിണറായി വിജയനാണെങ്കിലും ഇവരുടെയൊക്കെ മക്കളെ കൂടി എടുത്ത് നമ്മൾ പറയേണ്ടതല്ലേ സർ? കാരണം പിണറായി വിജയന്റെ മകൾ വീണയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രമൊക്കെ നമ്മൾക്കറിയാം. ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് പിണറായി വിജയൻ സീറ്റ് തരപ്പെടുത്തിയത് ഈ പാവങ്ങളായിട്ടുള്ള അണികളായിട്ടുള്ള അതെങ്കിലും മണ്ടന്മാരായിട്ടുള്ള അണികളുടെ മക്കൾ ഒരിക്കലും നന്നാവേണ്ട, എങ്കിലേ നീയൊക്കെ ഞങ്ങൾക്ക് അടിമകളായിരിക്കും എന്നൊരു സിസ്റ്റം കൂടി നടപ്പിലാക്കുകയല്ലേ ഇവർ ശരിക്കും ചെയ്യുന്നത്? ബൈജു പറഞ്ഞത് വലിയൊരു വർത്തമാനകാല യാഥാർത്ഥ്യം. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ തന്നെ ഈ തലച്ചോറ് പറിച്ചു കളഞ്ഞ പാർട്ടി ചേർന്നവരാണെന്ന് തോന്നിപ്പോകും. കാരണം ഇവരൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ. ഇപ്പൊ ഈ പറയുന്ന വലിയ ബഹളം കൂട്ടുന്ന ബിനോയ് വിശ്വത്തിന്റെ ഭാര്യ പഠിച്ചത് എവിടെയാണ്? ജോലി ചെയ്യുന്നത് എവിടെയാണ്? ബിനോയ് വിശ്വത്തിന്റെ മകള് പഠിച്ചത് എവിടെയാണ്? പിണറായി വിജയന്റെ മക്കള് പഠിച്ചത് എവിടെയാണ്? തോമസ് ഐസക്കിന്റെ മക്കൾ പഠിച്ചത് എവിടെയാണ്? മക്കളും ഭാര്യയും ഏത് രാജ്യത്തെ പൗരത്വമാണ് എടുത്തിരിക്കുന്നത്? അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാരും മന്ത്രിമാരും നേതാക്കന്മാരും അടക്കമുള്ളവരുടെ മക്കളും കുടുംബാംഗങ്ങളും വിദേശ രാജ്യങ്ങളിലെ ഉന്നതമായ സർവകലാശാലകളിലും സ്വകാര്യ മേഖലകളിലും പോയി പഠിക്കുന്നു. ഇവരുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഏതാണ്? അപ്പോ ഈ PM ശ്രീ സ്കൂളുകൾ ഇപ്പം കേരളത്തിൽ 47 എണ്ണം ഉണ്ട്. ആരും പറയുന്നില്ല. ഈ 47 PM ശ്രീ സ്കൂളുകളിലാണ്
ഇവിടുത്തെ പല ഉന്നതന്മാരുടെ മക്കൾ പഠിക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ അടക്കമുള്ള ഉന്നതന്മാരുടെ മക്കൾ പഠിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 47 PM ശ്രീ സ്കൂളുകളിലാണ്. ആ കേരളത്തിലാണ് 336 സ്കൂളും കൂടെ തരാമെന്ന് പറയുന്നത്. എന്ന് പറയാം ഇതോടെ കിട്ടുമ്പോൾ 400 സ്കൂളാണ്. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ബൈജു പറഞ്ഞത് തന്നെയാണ്. അതായത് ഞങ്ങൾ നേതാക്കന്മാർക്കൊക്കെ പഠിക്കാനുള്ള സംവിധാനമായി, ഞങ്ങളൊക്കെ പഠിച്ചോളാം. പിന്നെ നിങ്ങൾ അണികൾ പോസ്റ്റർ ഒട്ടിക്കാൻ, കൊടി കെട്ടാൻ, ജാഥ നടത്താൻ, തല്ലുകൊള്ളാൻ, തല്ലു കൊടുക്കാൻ, വെട്ടാനും കുത്താനും ജാകാനും ആയിട്ട് കുറെ അന്തംകമ്മികൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചാലേ ഞങ്ങൾക്ക് ഇവിടെ MLA MP മന്ത്രിയാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മക്കളും രക്ഷപ്പെടരുത്. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി വന്ന ഒരു 10 അല്ല ഒരു +2 വരെയൊക്കെ പഠിച്ച് പഠിത്തമൊക്കെ നിർത്തി പിന്നെ SFIയുടെയും DYFIയുടെയും കൊടിയും തോളെ വെച്ചുകൊണ്ട് നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആഴ്ചയിൽ വിദേശ രാജ്യത്ത് പോകാനും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയുള്ള മുതലാളിത്ത ബൂർഷ്വ കുത്തക രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഞങ്ങളുടെ പണം നിക്ഷേപിക്കാനും ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ അവിടെ കൊണ്ടുപോയി രാജകീയമായിട്ട് ജീവിപ്പിക്കാനും കഴിയുള്ളൂ. ഇതാണ് പച്ചയ്ക്ക് പറയുന്ന കാര്യം. പക്ഷേ ഈ പാവം മണ്ടന്മാർക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കുറെ സാധനങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചല്ലോ. സത്യത്തിൽ അത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഈ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ തുച്ഛമായ ഒരു കാര്യം ഇറങ്ങിപ്പോകുന്നതിന്റെ തലേ ദിവസം പ്രഖ്യാപിച്ചു. കയറി വരുന്നത് വേറെ മന്ത്രിസഭയാണ്, അവർ വേണേൽ കൊടുത്തോണം. ഈ പ്രഖ്യാപിക്കുന്നവന് പൈസ കൊടുക്കണ്ട, പ്രഖ്യാപിച്ചാൽ മതി. പിണറായിക്ക് ചുമ്മാ പ്രഖ്യാപിച്ചാൽ മതി, ഒരു പൈസയും കൊടുക്കണ്ട, അപ്പോഴത്തേക്ക് കാലാവധി കഴിയും. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അടിമകളായിട്ടുള്ള കുറെ മലയാളികൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇപ്പൊ ശരിയാകും, നാളെ ശരിയാകും എന്നുള്ള മട്ടിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ, അത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്തും അതുപോലെ തന്നെയുള്ള യൂറോപ്പിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അധികാരത്തിലുണ്ടായിരുന്ന കാലത്തും അവരൊക്കെ ഏതൊരു മുതലാളിത്തത്തെയാണോ ചീത്ത പറയുന്നത്, ഏത് അമേരിക്കക്കെതിരെയാണോ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്, അതേ അമേരിക്കയിലും അതേ ബ്രിട്ടനിലും അതുപോലെയുള്ള മുതലാളിത്ത രാജ്യങ്ങളിലും തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പഠനം, ഭാവി ഇതെല്ലാം സുരക്ഷിതമാക്കിയിട്ടാണ് ഈ പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് ഈ നാടകം കളിക്കുന്നത്. ഇതൊന്നും അറിയാതെ പാവങ്ങള് ഇവരുടെ പുറകെ സിന്ദാബാദ് വിളിച്ച് നടക്കുമ്പോൾ അവരുടെ മക്കൾ ഏത് നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് പ്രബുദ്ധ കേരളം വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരം ചർച്ചയൊന്നും ഇവിടെ ചാനലുകളിൽ വരില്ല, ഇത്തരം ലേഖനങ്ങൾ ഇവിടുത്തെ പത്രങ്ങളിലും വരികയില്ല. ഇതൊന്നും ഇവിടുത്തെ ബുദ്ധിജീവികൾ മിണ്ടുകയില്ല. കാരണം ബുദ്ധിജീവികളുടെ മക്കളെല്ലാം പഠിക്കുന്ന വിദേശത്താ, ഈ എഴുത്തുകാരുടെ മക്കളെല്ലാം പഠിക്കുന്ന വിദേശത്താ. അപ്പൊ സാഹിത്യ സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും പത്രപ്രവർത്തകരും എന്ന് പറയുന്ന ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ളവരെ എല്ലാം ഇവർ സ്പോൺസർ ചെയ്ത് വിദേശത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് സാധാരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് പണിക്കാര്, ആശാ വർക്കർമാര്, ADS CDS, അതുപോലെ സാക്ഷരത പ്രേരക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ ഹരിത കർമ്മസേന, ഇങ്ങനെ കുറെ കമ്പി അടിമകളുണ്ടല്ലോ. ഈ അടിമകളെയാണ് ഇവര് പറഞ്ഞു പറ്റിക്കുന്നത്. ആ അടിമകൾക്ക് എന്ത് പറ്റും? അവരെല്ലാ തലമുറയിലും അടിമകളായിട്ട് തന്നെ പോവുകയും ചെയ്യും. കമ്മ്യൂണിസം ഇപ്പൊ മത്സ്യം നിലനിൽക്കണേ വെള്ളം വേണമെന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസം നിലനിൽക്കണേ ദാരിദ്ര്യം വേണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദാരിദ്ര്യം വളർത്തി വലുതാക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ത്രിപുര, നമുക്കറിയാമല്ലോ പശ്ചിമ ബംഗാൾ, നമുക്കറിയാമല്ലോ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. അവരെവിടെയെങ്കിലും അധികാരത്തിൽ വന്നിട്ട് ഒരു സമ്പത്തുള്ള രാജ്യം സൃഷ്ടിച്ച ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ അധികാരത്തിൽ വന്നിടത്തെല്ലാം ദാരിദ്ര്യം വളർത്തി വലുതാക്കി ആ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് ഇവന്റെ വോട്ട് മേടിച്ച്, ഇവന്റെ പിന്തുണ മേടിച്ച് ആ ദാരിദ്ര്യവാസിയുടെ രക്തത്തിൽ കൂടെ ചവിട്ടി ഇവനൊക്കെ സുഖിച്ചും മതിച്ചും കൊഴുത്തും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ PM3യെ എതിർക്കുന്നതിന്റെ പുറകിലുള്ള കാര്യവും അത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം സാർ, ഇത്തരത്തില് ചർച്ച നടക്കുമ്പോ നമ്മുടെ AKG UKG എന്നൊക്കെ ട്രോളുകാർ വിളിക്കുന്ന അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ക്യാപ്സൂളുകൾ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ 1 ആണ് നമ്മുടെ ഈ കേരളം, നീയൊക്കെ ഒന്ന് പോയി നോക്ക് എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ. പക്ഷെ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ശ്രദ്ധിച്ച ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതായത് കേരളത്തിലെ SLCക്ക് എല്ലാ കുട്ടികൾക്കും A+ കൊടുത്തുകൊണ്ട് ഉന്തിത്തള്ളി ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമായി മാറിയിട്ടുണ്ടല്ലോ. 100% ഇതാ ഞങ്ങൾ സാക്ഷരരായ, അല്ലെങ്കിൽ 100% കുട്ടികൾ A+ എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിൽ ഫുൾ A+ കിട്ടി പോകുന്ന കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളായാലും കോളേജുകളായാലും ശ്രമിക്കുന്ന സമയത്ത് ഇവർക്ക് പേര് പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റിയിലേക്ക് മാറിയിരിക്കും. അതുകൂടി ഒന്ന് കൂട്ടിയിണക്കി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ? വിദ്യാഭ്യാസ രംഗത്ത്
പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ വസ്തുത വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഇപ്പോഴും അതെ, ഡൽഹി യൂണിവേഴ്സിറ്റി. ആ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ വേണമെങ്കിൽ മാർക്ക്, മെരിറ്റ് മാത്രം മതിയായിരുന്നു. അപ്പൊ കേരളത്തിൽ നിന്ന് ജയിക്കുന്ന എല്ലാ +2 അല്ലെങ്കിൽ SSLC-കാരും 99.99% മാർക്കോട് കൂടിയാണല്ലോ ജയിക്കുന്നത്. ഇവർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഡൽഹി കാണിച്ച് അവിടെ അഡ്മിഷൻ മേടിക്കുക. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായി. കാരണം ഈ അഡ്മിഷൻ കൊടുത്ത് ക്ലാസ്സിലോട്ട് കയറ്റിയിരിക്കുന്ന പിള്ളേരോട് എഴുതിയെടുത്തോളാൻ പറഞ്ഞ് നോട്ട് പറയുമ്പം ഇവന് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളം അറിയത്തില്ല, ഒരു ചുക്കും അറിയത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് അവർ പഠിച്ചു. ഇങ്ങനെ പോയാൽ ഈ പിള്ളേരൊന്നും ജയിക്കുന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? എൻട്രൻസ് ടെസ്റ്റ് വെച്ചു. ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള സകല യൂണിവേഴ്സിറ്റികളും കൊള്ളാവുന്ന കോളേജുകളും എൻട്രൻസിൽ കൂടിയാണ് പിള്ളേരെ എടുക്കുന്നത്. 2-3 കൊല്ലമായുള്ളൂ ഇത് തുടങ്ങിയിട്ട്. ഈ എൻട്രൻസ് വെച്ച പിന്നെ കേരളത്തിലെ എത്ര പിള്ളേര് അവിടെ പോയി അഡ്മിഷൻ കിട്ടുന്നുണ്ട്? അവിടെ ചെന്നു, എൻട്രൻസ് എഴുതുന്നു, തോക്കുന്നു, പോരുന്നു, രക്ഷയില്ല. എൻട്രൻസിന് മുമ്പ് ഈ തട്ടിപ്പ് മനസ്സിലാക്കിയ ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളും എനിക്ക് നേരിട്ടറിയാം. അവർ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ 30% മാർക്ക് കുറയ്ക്കും. അതിന്റെ കാരണം എന്താ? ഞാൻ അവരോട് തന്നെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു കേരളത്തിൽ കൊടുക്കുന്ന മാർക്ക് എത്രയാണെന്നും അത് എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഞങ്ങൾക്ക് നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് 100-ൽ 100 മാർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ 100-ൽ 70 എഴുതുള്ളൂ. കാരണം അതാണ് കേരളത്തിന്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ തരത്തിലുള്ള തട്ടിപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ പരിപൂർണമായിട്ട് തകർക്കുക. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ തട്ടിപ്പൊന്നും എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. അങ്ങനെ മുന്നോട്ട് പോകാനും ആർക്കും പറ്റില്ല. ഇനി ഇതെല്ലാം കടന്നു വന്നിരിക്കട്ടെ. എന്തെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പം PG എടുത്തു, അല്ലെങ്കിൽ പ്രൊഫഷണൽ PG എടുത്തു, എന്തെടുത്തു കഴിഞ്ഞാലും അവസാനം ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കുന്ന സ്ഥാപനം, അത് ഗവൺമെന്റ് ആവട്ടെ, സ്വകാര്യ സ്ഥാപനം ആവട്ടെ, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ടെസ്റ്റും ഇന്റർവ്യൂവും വേറെയുണ്ട്. ആ ടെസ്റ്റും ഇന്റർവ്യൂ പാസ്സായാലും ഇവർക്ക് ജോലി കിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം MBA പാസ്സായി വളരെ പ്രശസ്തമായ നിലയിൽ മാർക്കുണ്ടെന്നും പറഞ്ഞൊരു കുട്ടി എന്റെ അടുത്ത് വന്നു. എന്താ കാര്യം? അല്ല, ജോലി കിട്ടുന്നില്ല സാർ. അപ്പോ ഞാൻ ആ കുട്ടിയോട് ഈ പറഞ്ഞ ഒരു 3-4 ചോദ്യം ചോദിച്ചു. ഒന്നിനും ഒരു മറുപടി. ഞാൻ ചോദിച്ചു, കുട്ടി നിങ്ങൾ എടുത്തിരിക്കുന്ന MBA സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് അറിയില്ല. പോട്ടെ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അതും അറിയത്തില്ല. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ MBA ഉള്ള കുട്ടിക്ക് മാർക്കറ്റിംഗും അറിയത്തില്ല, മാനേജ്മെന്റും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് പ്രശ്നം. കേരളത്തിൽ പഠിച്ചാൽ ഇതാണ് പ്രശ്നം. അപ്പൊ പിന്നെ നിങ്ങളെ ആര് ജോലിക്കെടുക്കാനാണ്? ഈ ഒരു നിലവാര തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് PM ശ്രീ എന്ന് പറയുന്നത് അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങോട് കൂടി വിദ്യാഭ്യാസ നിലവാരത്തെ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള ഒരു സംവിധാനം ചെയ്യാം എന്ന് വെച്ചത്. സമ്മതിക്കില്ല എങ്കിൽ ആർക്കാണ് നഷ്ടം? അതാണ് മലയാളി ചിന്തിക്കുന്നത്.